സോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മമ്മൂട്ടി എന്തുവാടാ റെഡി ആവട്ടാ ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ റിലീസായിട്ടുള്ള കളങ്കാവിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എന്തിനിപ്പോൾ പറഞ്ഞു വെച്ചാൽ നമ്മൾ സാധാരണ എപ്പോഴും വീഡിയോയുടെ ലാസ്റ്റ് മറന്നു. അതെ. അപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ ടീസർ റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നല്ലോ അല്ലേ? ഇല്ല, റിയാക്ട് ചെയ്തിട്ടില്ല. സോ നമ്മൾ കണ്ടുപോയി. അത് നമ്മൾ തിയേറ്ററിൽ വെച്ചാണ് കണ്ടത്. സോ നമ്മൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ. കാന്തരോട് വരുമെന്ന് പറഞ്ഞല്ലേ? നമ്മൾ ആക്ച്വലി ചെന്ന് തുടങ്ങിയപ്പോൾ കാന്ത സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്തല്ല, മീൻസ് നമ്മൾ കണ്ടത് ബബ്ബയുടെ ടീസർ മാത്രമേ കണ്ടുള്ളൂ. ഇതിൻ്റെ ടീസർ ട്രെയിലർ കണ്ടില്ല. ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വല്ലാത്തൊരു കഥ. അവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായ തർക്കം അവരുടെ സുഹൃത്തുക്കളെ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി. പിന്നീട് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായി വന്നു. ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളാണ്. തിരഞ്ഞ് ഒടുവിൽ തമ്മിൽ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് വിനായകൻ പല ചരിത്രരീതിയിൽ എങ്ങനെയാണ് സാറേ നമ്മൾ എത്തിച്ചു പോകുന്നത്? സാധാരണ നമ്മൾ വിചാരിച്ച ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ജയകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊണ്ടുവന്നറിയോ? ആയിരിക്കല്ല പുള്ളി പട്ടത്തിൽ പോയിടും. വേറെ പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. 27-ാം തീയതി മാസം അവസാനം ട്രെയിലർ ടീസർ ഇറങ്ങിയത് നേരത്തെ. അത് നമ്മൾ ചെയ്തിട്ടില്ല. പുള്ളിയെ സസ്പെൻസിൽ വെച്ചേക്കാണല്ലോ. മമ്മൂട്ടിയെ ഇപ്പോഴും ടീസറിനകത്ത് മമ്മൂട്ടിയെ ജസ്റ്റ് ഇങ്ങനെ ഒരു ചിരിക്കുന്ന ഒരു ഷോട്ട് മാത്രമേ ഉള്ളൂ. ഒരു കടയുടെ സൈഡിൽ നിന്ന് നോക്കി ചിരിക്കുന്ന ഒന്നുമില്ല. ഇതിനകത്തൊരു ഡയലോഗ് മാത്രമേ ഉള്ളൂ. അറിയാല്ല. ഷോർട്ട് സെലക്ഷൻ ഒക്കെ ഭയങ്കര രസമാണ്. വിനായകൻ്റെ ഓപ്പോസിറ്റ് വില്ലനായിട്ട് അഭിനയിക്കും. അപ്പം ഈ ഇവിടെയും പടം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഈ ധൈര്യം ഇന്ന് വേറെ ആരും കാണിക്കില്ല എന്നുള്ള സംഭവമാണ്. വേറൊരു സൂപ്പർ സ്റ്റാറിനും പറ്റാത്ത കാര്യമാണ്. അതിനുള്ള മെറ്റീരിയൽ ഉണ്ടാവും അതിൻ്റെ അകത്ത്, അല്ലാണ്ട് വെറുതെ ചെയ്തില്ല. ഞാൻ പറയുന്നത് ചെയ്യും. അല്ല, അത് സ്വാഭാവികമായിട്ടും അത് പുള്ളിക്ക് ഇങ്ങനെ ഈ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ, ഈ കാലഘട്ടം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ അതും അവിടെയും വില്ലനായിട്ട് അഭിനയിക്കുന്നത് മനസ്സിലായി. അപ്പോൾ അവിടെയും വില്ലനായിട്ട് അഭിനയിക്കുമ്പോഴും പുള്ളി നായകനാണ് എന്ന് പറയുന്ന പോലെ. മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ടല്ലോ. പുതിയ സംവിധായകൻ. അതെ. പിന്നെ മമ്മൂക്ക പുതിയ സംവിധായകൻ എന്ന് പറയുന്നത് വേറെ നല്ല കോമ്പിനേഷനാണ്. കുറേയൊക്കെ, എല്ലാവരും അല്ല, കുറേയൊക്കെ മെജോറിറ്റി ഒരുപാട് നല്ല പടങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അല്ല, ഒരു റിസ്ക് ആണ്. ഇപ്പൊ പുള്ളിക്ക് ആക്ച്വലി കുറച്ചധികം മോശം സമയം കഴിഞ്ഞിട്ടാണല്ലോ ഇത്രയും നല്ല സമയം വരുന്നത്. എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള പടം കൂടാ. ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും മമ്മൂട്ടി കമ്പനിയുടെ ഡൊമിനിക്ക് കഴിഞ്ഞിട്ട് അടുത്ത പടം ഇതല്ലേ? അതെ. ഡൊമിനിക്ക് വേണ്ടത്ര വിജയിക്കാറുള്ളതുകൊണ്ട് ഈ സിനിമയിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇതും പെർഫോമൻസുകളുടെ കളിയായിരിക്കും. മമ്മൂട്ടി, വിനായകന്റെ സ്ക്രീൻ സ്പേസിന്റെ ടൈം മാത്രമേ ഉള്ളൂ. എത്രത്തോളം ഉണ്ടാവും. ഇപ്പൊ ഈ ട്രെയിലർ കാണിച്ച പോലെ ചിലപ്പം വിനായകൻ അന്വേഷിച്ച ലാസ്റ്റൊക്കെ ആയിരിക്കും. ഇല്ല, കാണും. മമ്മൂട്ടി മൊത്തത്തിൽ കാണും. എന്തായാലും ടൈം എത്ര ഒരുപാട് കാണത്തില്ല എങ്കിലും എന്നാലും പടം തുടങ്ങി കുറേ നേരം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ പുള്ളിയെ കാണിക്കുന്നത്. നമ്മൾ സിനിമയിൽ അറിയാം ഇങ്ങനെ റിവീൽസ് ഇല്ല, ഇങ്ങനെ ഫോൺ കോള് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. ഇതിൽ ഞാൻ ഈ 2 ദിവസം മുന്നേ ഏതോ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് എവിടെയോ കണ്ടതാണ്. പൃഥ്വിരാജ് ചെയ്യാണ്ടിരുന്ന റോളാണെന്ന് പറയുന്നത് വിനായകൻ്റെ. പൃഥ്വിരാജ് മമ്മൂക്കെ ഇങ്ങനത്തെ ഇത് കൊണ്ടുവരാമെന്ന് പറയുന്നത് തന്നെ. എന്നിട്ട് പൃഥ്വിരാജിൻ്റെ ഡേറ്റ് ഇഷ്യൂ ആയപ്പോഴത്തേനും മമ്മൂട്ടി തന്നെയാണ് വിനായകൻ്റെ പേര് സജസ്റ്റ് ചെയ്തതെന്നും അങ്ങനെയാണ് വിനായകൻ ഇതിൻ്റെ അകത്തോട്ട് വന്നതെന്ന് പറയുന്നത്.
അല്ല അത് നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല രസമായിരിക്കും. നമ്മൾ ഈ ചെറുപ്പക്കാർ തമ്മിലുള്ള അടി എന്നൊക്കെ പറഞ്ഞത് അത് നാട്ടുമ്പുറത്ത് നടന്നൊരു സംഭവത്തിനെ പറ്റിയാണ് പറയുന്നത്. അത് ഇവരുടെ സംഭവമല്ല. അതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഉണ്ടാകുമ്പോൾ അവർ വലിയൊരു ക്രൈമിലേക്കാണ് ചെന്നെത്തിയെന്ന് പറയുന്നത്. അത് ഇതിപ്പം അവരെ കാണിച്ചില്ല. എയറിലുള്ളതുപോലെ സൈനൈഡ് മോഹൻ്റെ കഥയാണെന്നുണ്ടെങ്കിൽ സൈനൈഡ് മോഹൻ്റെ ഇൻസിഡൻറ്റ് പോലീസ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനത്തെ ഒരു നോർമൽ കമ്മ്യൂണൽ റൈറ്റിൻ്റെ ഇടയിൽ ഉള്ളൊരു അന്വേഷണത്തിലാണ്. ഒരു പെൺകുട്ടിയെ കാണാതെ പോവുകയും അത് ലവ് ജിഹാദാണെന്നും പറഞ്ഞ് കർണാടകയിലൊരു ഏരിയയിലൊരു പ്രശ്നം ഉണ്ടാവുകയും അങ്ങോട്ടൊരു SITയെ നിയോഗിക്കുകയും അവരന്വേഷിച്ച അവരുടെ അന്വേഷണത്തിലാണ് ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു അത് ഒറിജിനൽ റിയൽ കഥ അങ്ങനെയാണ് വരുന്നത്. ഇതിൽ അതിൽ എത്രത്തോളം അഡാപ്റ്റേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഇവരും പറയുന്നുണ്ട് സൈനൈഡ് മോഹൻ്റെ കഥ മാത്രമല്ല എന്ന് പറയുന്നത്. ലോസ്ലി ബേസ്ഡ് എന്നാണ് ഞാൻ കേട്ടത്. അല്ല ഇവരോട് ഇങ്ങനെ ചോദിക്കുമ്പോഴേ ഇവർ പറയുന്നുണ്ട് ആ കഥ മാത്രമല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ എന്തെങ്കിലും സംഭവങ്ങളോ ഇപ്പോൾ ഒരുപാട് കഥകളുണ്ടാവില്ല ഇതുപോലത്തെ സീരിയൽ കില്ലേഴ്സിനെയൊക്കെ പറ്റിയുള്ളൂ. അപ്പോൾ ആ കഥകൾ പലതും ഇവരെടുത്തുകൊണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു സംഭവം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്ട്രെങ്ത് ഉള്ള സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റിയൽ ലൈഫ് അവരുടെ കഥകൾ വായിക്കും. അപ്പോൾ അതിൽ നിന്ന് എലമെന്റ്സ് എടുത്ത് ഇവിടെ വെക്കും. പക്ഷെ അത് ഫുള്ളി അഡാപ്റ്റ് അത് തന്നെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ സംഭവിച്ചായിരിക്കും. അത് നടക്കുന്നത് അങ്ങേയറ്റത്താണ്. സൈനൈഡ് മോഹൻ്റെ ഒറിജിനൽ കഥ നടക്കുന്നത് കാസർഗോഡ് തൊട്ട് മുകളിലോട്ട് കർണാടക ഏരിയയിൽ നടക്കുന്നത്. ഇത് ഇവർ ട്രിവാൻഡ്രം ബോർഡർ, ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡറാണ് ഇവർ പറയുന്നത്. തമിഴ്നാട് വണ്ടിയാണ് നമുക്ക് മറ്റേ വണ്ടി കാണിച്ചത്. ചില ഷോർട്സിലൊക്കെ പാലക്കാട് പോലൊക്കെ തോന്നുന്നു. അത് ആ പയ്യ സംസാരിക്കുന്നത് ട്രിവാൻഡ്രം സ്ലാങ് സംസാരിക്കുന്നത് ഭയങ്കര. അപ്പോൾ നവംബർ 27-ാം തീയതിയാണ് പടം. മറ്റൊരു യൂട്യൂബർ കൂടെ സിനിമയിൽ, പുള്ളി യൂട്യൂബറല്ലേ തുടക്കം വന്ന് മറ്റേ യൂട്യൂബല്ല ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ യൂട്യൂബറാണ്. വല്ലാത്തൊരു കഥ, വല്ലാത്തൊരു കഥ. BR ബാബു രാമേന്ദ്രൻ BR എന്നാണ് കളിക്കുന്നത്. മലയാളത്തിന്റെ ഏത് പടത്തിൻ്റെ അകത്താണ് കണ്ടത്? നമ്മുടെ ഇതിൻ്റെ അകത്ത് മരണമാസം. അത് അതിലും വല്ലാത്ത കഥയാണ്. അതിലും വല്ലാത്ത കഥയായിരുന്നു. ശരി. അപ്പോൾ പടം 27-ാം തീയതി റിലീസാണ്. FDFS ഉറപ്പായിട്ടും കണ്ടിട്ട് സിനിമയായിരിക്കും. കണ്ടിട്ട് ഒരു ഡിസ്കഷൻ അടിക്കും, അതേപറ്റി ബാക്കി സംസാരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും. എപ്പോഴും പറയട്ടാ.